ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴെന്നേക്കും ആമീൻ. മാറാനാത്ത് യൂട്യൂബ് ചാനലുകളുടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇടവരുത്തി. നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. തുടർന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പകർത്തി മുന്നോട്ട് പോകാം. ഇന്ന് നമ്മൾ വിശ്വാസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലാണ് നമ്മളിപ്പോൾ വിശ്വാസത്തെക്കുറിച്ചുള്ള ധ്യാനം. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ നിന്നാണ് നമ്മൾ നടത്തി വരുന്നത്. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ, വിശ്വാസ തീക്ഷ്ണതയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനരുജ്ജീവനത്തിലൂടെ തിരിച്ചു കിട്ടി. ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവും വാസവും സഹിച്ചു. അമ്മമാർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ, മരിച്ചുപോയ മക്കളെ പുനർജീവിച്ച് കിട്ടിയ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ധ്യാനിച്ചത്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം അതിൻ്റെ 26-27 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം 26-27 വാക്യങ്ങൾ. ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു, മിഖായയെ പിടിച്ച് നഗരാധിപൻ ആമോൻ്റെയും രാജകുമാരൻ യോവാഷിൻ്റെയും അടുത്തേക്ക് കൊണ്ടുപോവുക. ഞാൻ വിജയിച്ച് മടങ്ങുന്നതുവരെ വളരെ കുറച്ച് ഭക്ഷണവും വെള്ളവും നൽകി ഇവനെ കാരാഗ്രഹത്തിലിടുക എന്ന് അവനോട് പറയണം. മിഖയ പറഞ്ഞു, നീ വിജയിച്ച് മടങ്ങുകയാണെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരത്തെ ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, മിഖയ എന്ന് പറയുന്ന പ്രവാചകനെ രാജാവ് പറയുകയാണ്, കാരാഗ്രഹത്തിലിടണം, അല്പം വെള്ളവും അല്പം മാത്രം ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ശാരീരികമായി പീഡിപ്പിച്ച് ദൈവത്തിൻ്റെ സത്യം പറയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഈ നടപടി. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യഹോഷാഫാത്ത് എന്ന് പറയുന്ന രാജാവ് ഇസ്രായേൽ രാജാവിനോട് പറയുകയാണ്, അവരൊരുമിച്ചൊരു യുദ്ധത്തിന് പോകുമ്പോൾ, അതിന് തയ്യാറെടുക്കുമ്പോൾ ഇസ്രായേൽക്കാരനോട് യഹോവയുടെ ഇഷ്ടം, ദൈവമായ കർത്താവിൻ്റെ അംഗീകാരത്തോടു കൂടിയാണോ പോകുന്നത്, ഇഷ്ടമാണോ എന്ന് ചോദിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രവാചകന്മാരെ എല്ലാം രാജാവ് വിളിച്ചു വരുത്തി. എല്ലാവരും ഒരേ സമരത്തിൽ പറഞ്ഞു, യുദ്ധത്തിന് പോകുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്, പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ യഹോഷാഫാത്ത് രാജാവ് ചോദിക്കുകയാണ്, ഇസ്രായേൽ രാജാവിനോട് ചോദിക്കുകയാണ്, ഈ നാട്ടിൽ എല്ലാ പ്രവാചകന്മാരും വന്നു കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽ രാജാവ് പറയുകയാണ്, ഇല്ല, ഇനി ഒരു പ്രവാചകനും കൂടിയുണ്ട്. പക്ഷേ ഞാൻ അവനെ വിളിക്കുകയില്ല. അവനെ വിളിച്ചാൽ അവൻ എനിക്കെതിരെ പറയുകയുള്ളൂ. ഇംലായുടെ പുത്രൻ മിഖായ എന്നാണ് അവൻ്റെ പേര്.
ഞാൻ അവനെ വെറുക്കുന്നു, അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ പ്രവചിക്കുകയില്ല. യഹോഷാഫാത്ത് രാജാവ് പറഞ്ഞു, അങ്ങനെ പറയരുത്. ഉടൻ ഇസ്രായേൽ രാജാവ് സേവകനോട് ആജ്ഞാപിച്ചു, ഇമ്ലയുടെ മകൻ മിഖായെ വേഗം കൊണ്ടുവരിക. ഇസ്രായേൽ രാജാവും യൂദാ രാജാവ് യഹോഷാഫാത്തും രാജകീയ വസ്ത്രങ്ങളഞ്ഞ് സമരിയായുടെ കവാടത്തിലുള്ള ഒരു മെതിസ്ഥലത്ത് സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരുന്നു. പ്രവാചകന്മാരുടെ മുൻപിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. കെനാനായുടെ മകൻ സെദക്കിയ ഇരുമ്പ് കൊണ്ട് കൊമ്പുകൾ നിർമ്മിച്ച് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, സിറിയാക്കാർ നശിക്കുന്നവരെ നീ വ കൊണ്ട് അവരെ കുത്തിക്കീറും. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ പ്രവചിച്ചു. അവർ പറഞ്ഞു, റാമോത്ത് ഗിലെയാദിൽ പോയി വിജയം വരിക്കുക, കർത്താവ് അത് രാജാവിൻ്റെ കയ്യിലേൽപ്പിക്കും. ദൂതൻ ചെന്ന് മിഖായയോട് പറഞ്ഞു, ഇതാ പ്രവാചകന്മാർ ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു. അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക. എന്നാൽ മിഖായ പറഞ്ഞു, കർത്താവാണേ, അവിടുന്ന് അരുളി ചെയ്യുന്നത് ഞാൻ പറയും. അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, മിഖായ, ഞങ്ങൾ റാമോത്ത് ഗിലെയാദിൽ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? മിഖായ പ്രതിവചിച്ചു, നിങ്ങൾ പോയി വിജയം വരിക്കുക, കർത്താവ് അത് രാജാവിൻ്റെ കയ്യിലേൽപ്പിക്കും. രാജാവ് ചോദിച്ചു, കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം? മിഖായ പറഞ്ഞു, ഇസ്രായേൽ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു. കർത്താവ് അരുളി ചെയ്യുന്നത് കേട്ടു, ഇവർക്ക് നാഥനില്ല, ഇവർ സ്വഭവനങ്ങളിലേക്ക് സമാധാനത്തിൽ പോകട്ടെ. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എനിക്ക് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? മിഖായ തുടർന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ശ്രവിക്കുക, കർത്താവ് സിംഹാസനത്തിലിരിക്കുന്നു ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ വലത്തുമിടത്തും നിന്നിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ആഹാബ് റാമോത്ത് ഗിലെയാദിൽ പോയി വധിക്കപ്പെടാൻ ആർ അവനെ വശീകരിക്കും? ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി. എന്നാൽ ആത്മാവ് മുൻപോട്ട് വന്ന് പറഞ്ഞു, ഞാൻ അവനെ വശീകരിക്കും. കർത്താവ് ചോദിച്ചു, എങ്ങനെ? അവൻ പ്രതിവചിച്ചു, ഞാൻ ചെന്ന് അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായിരിക്കും. അവിടുന്ന് കൽപ്പിച്ചു, അവനെ വശീകരിക്കുക, നീ വിജയിക്കും, പോയി അങ്ങനെ ചെയ്യൂ. ഇതാ ഈ പ്രവാചകന്മാരുടെ എല്ലാം അധരങ്ങളിൽ അവിടുന്ന് നുണയുടെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു. നിനക്ക് തിന്മ വരുത്താൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഉടനെ കനാനയുടെ മകൻ സെദക്കിയ മിഖായുടെ അടുത്ത് ചെന്ന് അവൻ്റെ ചെകിട്ടത്ത് അടിച്ചുകൊണ്ട് ചോദിച്ചു, കർത്താവിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ എങ്ങനെയാണ് എന്നെ വിട്ടുപോയത്? മിഖായ പറഞ്ഞു, ഒളിക്കാനുള്ളറയിൽ കടക്കുന്ന ദിവസം നീ അത് അറിയും. ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു, മിഖായെ പിടിച്ച് നഗരാധിപൻ ആമോസിൻ്റെയും രാജകുമാരൻ യോവാഷിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. പ്രിയമുള്ളവരെ, അല്പം വായന നീണ്ടുപോയെങ്കിലും ചില കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് പഴയ നിയമ പുസ്തകത്തിൽ നിന്ന്. മിഖായ എന്ന് പറയുന്ന പ്രവാചകൻ സത്യമേ സംസാരിക്കും, ദൈവഹിതമേ വെളിപ്പെടുത്തുള്ളൂ. എന്നാൽ ഇസ്രായേൽ രാജാവിനെ ദൈവത്തിന് അവൻ ചെയ്ത പാപത്തിന് ശിക്ഷിക്കണം. അതുകൊണ്ട് ദൈവം സകല പ്രവാചകന്മാരുടെയും നാവിൽ ഇസ്രായേൽ രാജാവും കൂട്ടുരാജാവും കൂടി യുദ്ധത്തിന് പോയി ജയിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ രാജാവിന് സംശയം, എല്ലാ പ്രവാചകന്മാരും പറയുന്നത് എതിരാണല്ലോ സാധാരണ ഇവൻ പറയുന്നത്, ഇത് ഇവനും അനുകൂലിച്ച് പറയുന്നത് എന്താണ്? അപ്പോൾ രാജാവ് അല്പം ദേഷ്യത്തോടെ മിഖായോട് ചോദിച്ചതാണ്, സത്യമേ പറയാവൂ എന്ന് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് ആവശ്യപ്പെടണമെന്ന്. പ്രിയമുള്ളവരെ, സത്യമേ പറയാവുന്ന എത്ര നാൾ ആവശ്യപ്പെടണമെന്ന് ചോദിക്കുമ്പോൾ ഇവൻ സത്യം പറയുകയാണ്, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ. ഇസ്രായേലിൻ്റെ രാജാവ് അല്ലെങ്കിൽ ഇസ്രായേൽ ജനം അനാഥമായി പോകുമെന്ന് അവിടെ പറയുമ്പോൾ ഇസ്രായേൽ രാജാവ് കൊല്ലപ്പെടുമെന്നുള്ളതാണ് അവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ വശീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ആഹാബിനെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. അവൻ ചെയ്ത പാപത്തിൻ്റെ ഫലം അവൻ അനുഭവിക്കുന്നതിന് വേണ്ടി, അവനെ വശീകരിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ നുണ പറഞ്ഞാണ്. എന്തായാലും മിഖായ അവൻ സത്യം തന്നെ പറഞ്ഞു, നീ ജയിക്കില്ല, നീ അവിടെ വെച്ച് കൊല്ലപ്പെടും. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്.
ദൈവം സിംഹാസനത്തിലിരുന്ന് സംസാരിക്കുന്നത് കേട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ നുണ പറഞ്ഞ പ്രവാചകൻ സത്യം പറഞ്ഞ പ്രവാചകൻ്റെ ചെകിട്ടത്തടിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് എപ്പോഴാണ് നിൻ്റെ അടുക്കിലേക്ക് വന്നതെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ആഹാബ് ഈ മിഖായ പ്രവാചകനെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു. അല്പം വെള്ളമേ കൊടുക്കാവോ, അല്പം ഭക്ഷണമേ കൊടുക്കാവോ, അവനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിക്കുന്നു, തടങ്കലിലാക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിക്കുന്നു. പ്രവാചകൻ തന്നെ, വേറൊരു പ്രവാചകൻ തന്നെ ചെകിട്ടത്തടിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിൽ നിൽക്കുന്നവന് സത്യമേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ, നീതിയെ പറയാൻ കഴിയുള്ളൂ. പക്ഷേ കൂട്ടത്തിലുള്ളവർ പോലും ഉപദ്രവിക്കുമെന്നുള്ളത് സത്യമാണ്. ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 18-25-26 തിരുവചനങ്ങൾ പറയുന്നു, ഇസ്രായേൽ രാജാവ് കൽപ്പിച്ചു, മിഖായെ പിടിച്ച് നഗരാധിപനായ ആമോൻ്റെയും രാജകുമാരനായ യോവാഷിൻ്റെയും മുൻപിൽ കൊണ്ട് എന്ന് പറയുക, ഞാൻ സമാധാനത്തിൽ തിരിച്ചെത്തുന്നവരെ അല്പം മാത്രം അപ്പവും വെള്ളവും കൊടുത്ത് ഇവനെ കാരാഗൃഹത്തിൽ സൂക്ഷിക്കുക എന്ന് രാജാവ് ആജ്ഞാപിക്കുന്നു. പ്രിയമുള്ളവരെ, നിയമാവർത്തന പുസ്തകത്തിൽ വീണ്ടും തന്നെ ഈ കാര്യങ്ങൾ തന്നെ സംസാരിക്കുകയാണ്. അങ്ങനെ പ്രവാചകന്മാർ സത്യം സംസാരിക്കുന്നതുകൊണ്ട്, വിശ്വാസത്തിൽ അധിഷ്ഠമായി നിന്നതുകൊണ്ട് അവർക്കെല്ലാം ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടതായിട്ട് വരികയാണ്. യിരെമ്യാ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ 20-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ ജെറമ്യാ പ്രവാചകനെ അടിച്ചിട്ട് ദേവാലയത്തിലേക്കുള്ള മുകളിലെ ബെഞ്ചമിൻ കവാടത്തിൽ ഒരു മുക്കാലിയിൽ കെട്ടിയിട്ടു. പ്രവാചകൻ സത്യം സംസാരിച്ചതുകൊണ്ട് അവനെ ഉപദ്രവിക്കുകയാണ്. ഒപ്പം തന്നെ 37-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, കുപിതരായ അധികാരികൾ ജെറമ്യായെ പ്രഹരിച്ചു, തടവിലിട്ടു. കാര്യവിചാരകനായ ജോനാഥൻ്റെ വീടാണ് കാരാഗൃഹമായി ഉപയോഗിച്ചിരുന്നത്. കാരാഗൃഹത്തിലെ ഇരുട്ടറയിൽ ജെറമ്യ വളരെ നാൾ കഴിച്ചുകൂട്ടി. 38-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നത്, അവർ ജെറമ്യായെ കാവൽപ്പുരയുടെ മുറ്റത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് ഇറക്കി. രാജകുമാരൻ മൽക്കിയായുടെ കിണർ എന്നറിയപ്പെടുന്ന അതിലേക്ക് അവനെ കയറിൽ കെട്ടി താഴ്ത്തി. കിണറ്റിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. ജെറമ്യ ചെളിയിൽ താണു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം ഹെബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും അനുഭവിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ 2-ആയി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോലുധരിച്ചു. നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. വനത്തിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞു തിരിഞ്ഞു. വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണരാക്കപ്പെടരുതെന്ന് കണ്ട് ദൈവം നമുക്കായി കുറെ കൂടെ ശ്രേഷ്ഠമായവ നേരത്തെ കണ്ടുവച്ചിരുന്നു. വിശ്വാസം മൂലം ഈ പിതാക്കന്മാരെല്ലാം ഇതുപോലെ ഉപദ്രവങ്ങൾ ഏറ്റുവെങ്കിലും അവരെല്ലാം പരിപൂർണരാക്കപ്പെട്ടില്ല. അവരെപ്പോഴാണ് പരിപൂർണരാക്കപ്പെട്ടത്? നമ്മളും കൂടി ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ മാത്രമേ പരിപൂർണരാക്കപ്പെടുകയുള്ളൂ എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 24-21 വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവർ സക്രിയാക്കെതിരെ ഗൂഢാലോചന നടത്തി
രാജകൽപ്പന പ്രകാരം അവർ അവനെ ദേവാലയങ്കണത്തിൽ വച്ച് കല്ലെറിഞ്ഞു കൊന്നു. യോവാഷ് രാജാവ് യഹോയാദാ തന്നോട് കാണിച്ച ദയ വിസ്മരിച്ച് അവൻ്റെ മകനായ സഖറിയായെ വധിച്ചു. മരിക്കുമ്പോൾ അവൻ പറഞ്ഞു, കർത്താവ് ഇത് കണ്ട് പ്രതികാരം ചെയ്യട്ടെ. അങ്ങനെ വിശ്വാസമല്ല, ദൈവത്തോടുള്ള വിശ്വാസത്താൽ അനേകർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മളും പരിശോധിക്കുക, നമ്മളുടെ വിശ്വാസം ഏത് വിധത്തിലാണ്. സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളൊക്കെ വരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വിശ്വാസത്തിന് വേണ്ടി എന്തെങ്കിലും സഹിക്കേണ്ടതായിട്ട് വരുമ്പോൾ, വിശ്വാസത്തിന് വേണ്ടി എന്തെങ്കിലും പീഡ അനുഭവിക്കേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ ഉറച്ചു നിൽക്കാൻ കഴിയുന്നവരാണോ? ദൈവ കൃപ നമ്മളിലേക്ക് ചൊരിയുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. വിശ്വാസത്തിൽ നിന്നാണ് ഭക്തി ഉണ്ടാകുന്നത്, വിശ്വാസത്തിൽ നിന്നാണ് ജ്ഞാനമുണ്ടാകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങൾ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. വിശ്വാസത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് അവിടുന്ന് പല കാര്യങ്ങളും പറഞ്ഞു തന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, വിശ്വാസത്തിനു വേണ്ടി നിലകൊള്ളുവാൻ പരിശുദ്ധ തൃത്വവിശ്വാസത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ വിശ്വസിച്ച് വിശുദ്ധന്മാരോടും ശുദ്ധിമതികളോടും പരിശുദ്ധമ്മയോടും കൂടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങൾക്കും കൃപ നൽകണമേ. എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൻ്റെ വലിയ കൃപ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ.